എല്ലാവർക്കും ജി വിഷൻ ടോക്കിലോട്ട് സ്വാഗതം. അതിപുരാതനമായ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് വെച്ചൂർ പള്ളി അഥവാ സെന്റ് മേരീസ് ചർച്ച്. എൻ്റെ പേര് സുമേഷ് ആന്റണി. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ദേവാലയം കോട്ടയം ജില്ലയിലെ വൈക്കത്തു നിന്നും 10 കിലോമീറ്റർ തെക്കുമാറി വേമ്പനാട്ടു കായലിന് അരികിൽ തണ്ണീർമുക്കം വെച്ചൂർ ബണ്ടിനും കുമരകത്തിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്നു. ഭക്തജനങ്ങൾ പരിശുദ്ധ അമ്മയെ വെച്ചൂർ മുത്തി എന്നും വിളിച്ചു വരുന്നു. വെച്ചൂർ പള്ളിയിൽ എഴുതി സൂക്ഷിച്ചിട്ടുള്ള നാളാഗമ പ്രകാരം പള്ളി സ്ഥാപിതമായത് AD 1463 കൊല്ലവർഷം, അതായത് 639 ആണെന്ന് വിശ്വസിച്ചു വരുന്നു. ഇന്ന് കാണുന്ന ദേവാലയത്തിന്റെ പണി ആരംഭിച്ചത് 1864 വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ തറക്കല്ലിട്ടുകൊണ്ടാണ്. മാതാവിന്റെ അത്ഭുത ചിത്രം പ്രധാന അൾത്താരയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചിത്രം അത്ഭുതകരമായി ചിത്രീകരിക്കപ്പെട്ടതായി വിശ്വസിച്ചു വരുന്നു. ആ കാലഘട്ടത്തിലെ കേരള ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അന്നത്തെ ഭരണാധികാരിയായിരുന്ന ആർച്ച് ഡീക്കൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ 7 ചിത്രങ്ങൾക്കായി പോർച്ചുഗീസുകാർക്ക് ഓർഡർ കൊടുത്തു. പോർച്ചുഗലിൽ നിന്നും കപ്പൽ പുറപ്പെടാറായപ്പോൾ അവയിൽ 6 മാത്രമേ പൂർത്തിയായിട്ടുണ്ടായിരുന്നുള്ളൂ. എങ്കിലും പശ്ചാത്തലം മാത്രം വരച്ച 7ാമത്തെ ചിത്രവും അതോടൊപ്പം കൊടുത്തുവിട്ടു. ഇവിടെ കൊണ്ടുവന്ന് പള്ളികളിൽ വിതരണം ചെയ്യാൻ നോക്കിയപ്പോൾ 7 പൂർത്തീകരിച്ചതായി കണ്ടെന്നും അങ്ങനെ അത്ഭുതകരമായി പൂർത്തീകരിക്കപ്പെട്ട ചിത്രമാണ് വെച്ചൂർ പള്ളിയിലേതെന്നും വിശ്വസിച്ചു പോരുന്നു. സുവിശേഷകന്മാരിൽ ഒരാളായ വിശുദ്ധ ലൂക്ക വരച്ചതും ഇന്ന് റോമിലെ സാന്താ മരിയ, ഇന്ന് മജിയോരോ എന്ന ബസിലിക്കയുടെ ഉള്ളിലുള്ള ബോർഷ്യസ് ചാപ്പലിൽ സ്ഥാപിച്ചിട്ടുള്ളതുമായ കന്യകാമറിയത്തിന്റെ ചിത്രത്തിന്റെ തനിപ്പകർപ്പാണ്. ഇതുപോലുള്ള ചിത്രങ്ങൾ കേരളത്തിലെ വളരെ പുരാതന മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ മാത്രം കാണാവുന്നവയാണ്. 18ാം നൂറ്റാണ്ടിന്റെ അവസാനം ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിന് ഭീഷണിയുണ്ടായപ്പോൾ വെച്ചൂർ മുത്തിയുടെ അത്ഭുത ചിത്രം സൂക്ഷിപ്പാൻ ഇടക്കുച്ചി പള്ളിയിലേക്ക് മാറ്റപ്പെട്ടതായി പറയപ്പെടുന്നു. പടയോട്ട ഭീഷണി അവസാനിച്ചപ്പോൾ വെച്ചൂർക്കാർ ചിത്രം തിരികെ ചോദിച്ചപ്പോൾ മടക്കി കൊടുക്കാൻ ഇടക്കുച്ചി പള്ളിക്കാർ വിസമ്മതിച്ചു. മധ്യസ്ഥ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ വെച്ചൂർ ഇടവകക്കാർ അവിചാരിതമായി ഇടക്കൊച്ചി പള്ളിയിലെത്തി തുറന്നു ചിത്രം ബലമായി എടുത്തുകൊണ്ടുപോയി. വെച്ചൂരെ അരയ സമുദായക്കാരുടെ സഹായത്തോടെയാണ് ഇടവകക്കാർ ഈ സാഹസം നടത്തി. വെച്ചൂർ പെരുന്നാളിന്റെ കൊടിയേറ്റത്തിൽ അരയ സമുദായക്കാർ സംഭാവന ചെയ്യുന്ന കയർ ഉപയോഗിക്കുന്ന പതിവ് അന്നു മുതൽ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. മാതാവിന്റെ ചിത്രത്തിന്റെ പ്രത്യേകതയും അത്ഭുത സിദ്ധിയും അറിഞ്ഞ ഇടക്കൊച്ചിക്കാർ വെച്ചൂർ പള്ളിയിലെത്തി അത് മോഷ്ടിച്ചതായാണ് ഈ കഥയുടെ മറ്റൊരു ഭാഷ്യം. മോഷണം നടന്ന ഉടൻ പള്ളിമണികൾ അത്ഭുതകരമായി മുഴങ്ങിയത് കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയത്രേ. അപഹർത്താക്കളെ പിന്തുടർന്ന നാട്ടുകാർ കായലിൽ അവരോട് ഏറ്റുമുട്ടി ചിത്രം തിരികെ വാങ്ങി പഴയ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കണും നിങ്ങൾ പ്രസ് ചെയ്യുക. താങ്ക് യു.